ഫസ്റ്റ് ടൈം ഡയറക്ടർ ആണല്ലോ, അപ്പൊ ആളായിട്ടുള്ള അനുഭവം എങ്ങനെയാ തോന്നിയത്? നല്ല നല്ലൊരു വ്യക്തിയാണ്. ബ്രൂട്ടൽ കോമഡി എന്നാണ് ഞാൻ പറയുന്നത്. എന്ത് കോമഡി? ബ്രൂട്ടൽ കോമഡി. ഓക്കെ. ഡാർക്ക് കോമഡി. അല്ല, അങ്ങനെ ഒരു ജോണറൊന്നുമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞു. ചില സമയത്ത് ഭയങ്കര ബ്രൂട്ടലായിട്ടൊക്കെ നമ്മൾ കോമഡി പറയുന്നുണ്ട്. നല്ല രസമുള്ള സാധനങ്ങളാണ് അതൊക്കെ. ലാൽസാന്റെ അടുത്തൊരു കഥ പറഞ്ഞിരുന്നു, അത് ഡ്രോപ്പായി. ഡ്രോപ്പായി. വിമർശനങ്ങൾ പറയാറുണ്ട്, അതിനെ കുറിച്ച് എന്താ തോന്നാറ്? വിഷമാവാറുണ്ടോ? വിഷമൊക്കെയാവാറുണ്ട്, പിന്നെ അവർ പറയുന്നത് ശരിയായിരിക്കും, ഓറാക്കിയിട്ടുണ്ടാവും. വ്യസന സമേതം ബന്ധുമിത്രാദികൾ ടീം നമ്മുടെ കൂടെ. ഈ പേര് പറയാൻ കുറച്ച് പാടാ. പേരാരട്ടെ, എപ്പോഴാ വന്നേ? പേര് നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്തിട്ട് ലാസ്റ്റ് ഇട്ടാണ്. അവസാനം ഇട്ടേ? അല്ല, അങ്ങനെ സിനിമ ഷൂട്ടിന് മുമ്പേ ഇട്ടായിരുന്നു. 2-3 പേരുകളുടെ സജഷൻസ് ഉണ്ടായിരുന്നു. ഓൾറെഡി പുള്ളി ഒരു പേര് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇതിനേക്കാൾ ബുദ്ധിമുട്ടായിരുന്നു. അതിപ്പോഴും എനിക്ക് പറയാൻ പറ്റുന്നില്ല. കിം കണിശിതോ അങ്ങനെ എന്താ പറഞ്ഞിട്ട് വലിയ പേര്, കുറച്ചുകൂടെ വരുന്നത് ഒരു പഴഞ്ചൊല്ല് പോലത്തെ ഒരു സാധനം വെച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിനേക്കാൾ ബെറ്ററാണ് ഇതെന്ന് വെച്ചിട്ട്. ഇത് സിനിമയെ കുറിച്ച് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് നോക്കുമ്പം ഒരു മരണം, അതുമായി ബന്ധപ്പെടുന്ന കുറച്ച് അടി, ഫൺ, ഒരു ട്രാജിക് കോമഡി ജോണർ എന്ന് വേണേ പറയാമോ? അത് തന്നെയാണോ? ബ്രൂട്ടൽ കോമഡി എന്നാണ് ഞാൻ പറയുന്നത്. എന്ത് കോമഡി? ബ്രൂട്ടൽ കോമഡി. ഓക്കെ. ഡാർക്ക് കോമഡി. അല്ല, അങ്ങനെ ഒരു ജോണറൊന്നുമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞു. ചില സമയത്ത് ഭയങ്കര ബ്രൂട്ടലായിട്ടൊക്കെ നമ്മൾ കോമഡി പറയുന്നുണ്ട്. നല്ല രസമുള്ള സാധനങ്ങളാണ് അതൊക്കെ. നമുക്ക് ചിരി വരും, നമുക്ക് എല്ലാവരും നടന്നതുപോലെ തോന്നും. ഒട്ടും എന്താ പറയാ, എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതായിട്ട് തോന്നില്ല. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും എന്ന് തോന്നും. അങ്ങനത്തെ രസമുള്ള കുറെ മൊമെന്റ്സ് ഉണ്ട് പടത്തില്. അനശ്വര, ഈ അമ്മുമ്മയും അനശ്വരയും മറ്റൊരു കുട്ടിയായിട്ടുള്ള റീൽ ഷൂട്ട് ചെയ്യുന്ന സീക്വൻസ് കണ്ടു. അപ്പൊ നമുക്ക് കാണുമ്പോൾ ഒരു ഫൺ മൂഡിൽ കാണാം, പക്ഷെ മറ്റെന്തൊക്കെയോ ഉണ്ട്. പിന്നെ മല്ലിക മാമിന്റെ പ്രസൻസ് എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ള ഡൗട്ടും ഉണ്ട്. എന്താ കഥാപാത്രം? എന്താ ഇതിനകത്ത്? എൻ്റെ കഥാപാത്രം, എൻ്റെ വീട്ടിലാണ് ഈ മരണം നടക്കുന്നത്. ഞാൻ നിൽക്കുന്ന ഈ വീട്ടിലാണ് ഈ മരണം നടക്കുന്നത്. ആ ഒരു ദിവസം ആ വീട്ടിലുണ്ടാവുന്ന ചില കാര്യങ്ങൾ, അവിടെ വരുന്ന ക്യാരക്ടേഴ്സ്, അതിന്റെ അയൽക്കാർ, അങ്ങനെയുള്ള കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് സിനിമയ്ക്കകത്ത്. അത്രേ ഉള്ളൂ. ഒരു ക്യാരക്ടറിനെ പറ്റി ഭയങ്കര ഇതായിട്ട് സംസാരിക്കാനൊന്നുമില്ല. അപ്പൊ ആ റീല് പറയുന്നത് ആ സിനിമയ്ക്ക്, നമ്മുടെ വ്യസന സമയത്തിൽ എനിക്ക് ആകെയുള്ള ഒരു കോസ്റ്റ്യൂം ചേഞ്ച് അതാണ്. ആ സിനിമ ഞാൻ ചിരിച്ചിട്ടുള്ള ഒരേ ഒരു പോർഷൻ ഈ ക്ലൈമാക്സിൽ ഈ ഒരു പോർഷനാണ്. അല്ലെങ്കിൽ ഈ പച്ച കുർത്തിയാണോ? ഈ പച്ച, ഇതാണ് നമ്മൾ ഈ 25-30 ദിവസത്തേക്ക് നമ്മള് കോസ്റ്റ്യൂം ഉണ്ടായിക്കൊണ്ടിരുന്നത്. സോ അങ്ങനെയാണ് സിനിമ. ഒരു വീടും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു മരണവും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ ഒരൊറ്റ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് നടക്കുന്ന കഥ അങ്ങനെ? മാക്സിമം പടത്തിലുള്ളത്. അതെ, 2 ദിവസം. ജോമോൻ മജ്ജാമോട് കണ്ടു. ഈ നേരിട്ട് ജോമോൻ കാണുമ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തീരെ സംസാരിക്കില്ല, പക്ഷെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഏതറ്റം വരെയും പോകും. അതെങ്ങനെ ഈ കോൺട്രാസ്റ്റ്? മാക്സിമം ശ്രമിക്കും പെർഫോമൻസ് ചെയ്യാൻ. സിജു എല്ലാം ഓപ്പോസിറ്റ് നിൽക്കുന്ന അവൻ ഡാൻസ് പരിപാടിയൊക്കെ അറിയാം. അത്യാവശ്യം നല്ലപോലെ വന്നിട്ടുണ്ട്. പാട്ടിന്റെ കേസല്ലേ? അതെ അതെ അതെ. പടത്തില് എന്റെ പേര് ശക്തി എന്നാണ്. ശക്തി. ശക്തി സിജുവിന്റെ അടുത്ത സുഹൃത്താണ്. നമ്മളൊരു ആവശ്യമായിട്ട് മരണ വീട്ടിലോട്ട് വരുന്നതാണ്. പിന്നീട് അവിടെ നിന്ന് ഇറങ്ങുന്നത് എന്റെ ആവശ്യമായിട്ട് മാറും. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഈ മരണ വീട്ടില് പലതരം സ്വഭാവങ്ങളുള്ള മനുഷ്യർ വരാറുണ്ട്. അതില് ജോമോന്റെ ഒരു പ്രത്യേകത എന്തായിരിക്കും? എനിക്കും അല്ല, ഓരോരുത്തർക്കും ഓരോ സ്വഭാവമുണ്ട്. എനിക്ക് എന്റേതായിട്ടുള്ള കുറച്ച് സ്വഭാവങ്ങളുണ്ട്. കുറച്ച് ഹ്യൂമർ പരിപാടികളൊക്കെ അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അവിടുത്തെ എൻറ്റയർലി കോൺട്രാസ്റ്റ് ആയിട്ട് എത്തുന്ന ഒരാളാണ്. അതെ. ഈ മരിച്ചിട്ട് കരയുന്നത് കണ്ടാൽ ചിരി വരും എന്ന് പറയുന്ന പോലെ. പെർഫോം ചെയ്യുമ്പോഴേ പൊതുവെ ഒരു ഇൻട്രോവേർട്ടാന്ന് കേട്ടിട്ടുണ്ട്. പെർഫോം ചെയ്യുമ്പോ പ്രശ്നമില്ല അല്ലെ? ഇല്ലല്ല, അങ്ങനെ ചിന്തകളില്ല. അല്ലാതെ ഞാൻ നോർമലി സംസാരിക്കുകയും ചെയ്യും. അങ്ങനെ ഭയങ്കര പ്രശ്നമുള്ള ആളൊന്നുമില്ല. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രമേ സംസാരിക്കൂ. ഈ പ്രൊഡക്ഷനിലേക്ക് വരുമ്പോ, രണ്ടാമത്തെ സിനിമയാണല്ലോ, പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു സിനിമ തീരുമാനിക്കുന്നതിന്റെ ഒരു മാനദണ്ഡം എങ്ങനെയാ? കഥ, സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടാൽ പിന്നെ വേറെ അത് തന്നെയാണ് ഏറ്റവും ആവശ്യം. അത് ഇഷ്ടപ്പെട്ടാൽ പിന്നെ പടത്തിന് വേറെ ഒന്നും, ഇപ്പോൾ ഏതാ ഡയറക്ടറെന്നോ ഏതോ ആക്ടറെന്നൊക്കെ സെക്കൻഡറി തന്നെയാണ് എപ്പോഴും. ഫസ്റ്റ് തന്നെ കഥ തന്നെയാണ്. ആ സിനിമ ആൾക്ക് ഇഷ്ടപ്പെടുമോ? ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ടെങ്കിൽ പോലും ആ സാധനം ഒരു 15 മിനിറ്റ് നമുക്ക് ഒരു ഇനിഷ്യലിന് മാത്രമേ പുള്ളിക്കാരൻ പറ്റുള്ളൂ. പിന്നെ ആ സിനിമ കൊണ്ടുപോകണം എൻ്റെ കഥയും ബാക്കിയുള്ള കാര്യങ്ങളാണ്. അപ്പം ആ കഥ എത്രത്തോളം ട്രസ്റ്റ് വർത്തിയാണ്, എത്രത്തോളം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്, കാണാൻ ആഗ്രഹിക്കുന്ന സിനിമയാണോ, അതാണ് ആദ്യത്തെ ക്രൈറ്റീരിയ. ബാക്കിയൊക്കെ സെക്കൻഡറി ആണ്. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യണോ, അല്ലെങ്കിൽ ഇപ്പം വേറെയും പ്രൊഡ്യൂസ് ചെയ്യാൻ പടങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പലരും കണക്ട് ചെയ്ത് കൊടുക്കും, ഇല്ലെങ്കിൽ പല ഡയറക്ടേഴ്സിന് കൊടുക്കില്ല, പല പ്രൊഡ്യൂസേഴ്സിനും കൊടുക്കും. ഈ കഥ കേട്ട് നോക്കുന്ന എന്ന് പറയുന്ന പോലെ
നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനം നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന സ്പേസ് വന്നപ്പോൾ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ജഡ്ജ്മെന്റ് കറക്റ്റ് ആവുക എന്നുള്ളതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. പിന്നെ ഈ യങ്സ്റ്റേഴ്സിന്റെ കൂടെ ആ ഒരു ഗ്രൂപ്പിലുള്ള സിനിമകൾ, അവരുടെ തമാശ, അവരുടെ ലോകം, അവരുടേതായ ഒരു സ്ലാപ്സ്റ്റിക് സാധനങ്ങളിലേക്കൊക്കെ കടക്കുക, അപ്പം അത് അവരുടെ എത്രത്തോളം കണക്ട് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്? പുള്ളി ജെൻസി ആണെന്ന് തന്നെയാണ് പുള്ളി തന്നെ പറയുന്നത്. ഞാൻ ജനിച്ചില്ല, മില്ലിനും കിട്ടാണ്. അപ്പം എനിക്ക് തോന്നി ഞാൻ ഇവരിവിടെയൊക്കെ ജീവിക്കുന്നത്, ഈ എൻ്റെ അസിസ്റ്റൻസും ഈ ജോമോൻ, സിജു, അതിൻ്റെ ക്യാമറ ടീം, എഡിറ്റിംഗ് ടീം, ഡയറക്ഷൻ ടീം, ഇവരൊരു 10-20 പേരുണ്ട്. ഇവർ കൂടെ ഒരു പാലുവിൽ ഒരു ഫ്ലാറ്റ്, ഒരു ബിൽഡിംഗ് തന്നെ 8-10 ഫ്ലാറ്റിലാണ് എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്നത്. അപ്പം ഫുൾ അവരുടെ കൂടെയാണ് ജീവിതം. അപ്പം അവർ പറയുന്ന തമാശകൾ അവരുടെ കൂടെ, അപ്പം എല്ലാവർക്കും ഒരേ വൈബാണ്. അപ്പം എനിക്കായാലും അവരെ കൂടെ നിൽക്കേണ്ട അവസ്ഥയാണ്. അതായത് നമ്മൾ തമാശ പറഞ്ഞാലും സംസാരിക്കുന്ന ടോപ്പിക്കുകളെല്ലാം നമുക്ക് ഇഷ്ടമുള്ള, ഇല്ല നമ്മൾ ആ ജനറേഷനിലാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ഇപ്പോൾ അവർ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഇൻറ്റിമേറ്റ് സുഹൃത്തുക്കൾ വന്നാലും അവരുടെ കൂടെ ചോദിച്ചാലേ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഫ്രണ്ട്ഷിപ്പൊന്നും വരുന്നില്ല. അപ്പം ഫാമിലി വന്നാലും അതിനകത്ത് തന്നെയാണ്. അപ്പം അങ്ങനൊരു സ്പേസിലോട്ട് വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ കോമഡികൾ കണക്റ്റ് ആവും. ഈ പറഞ്ഞ ഇൻസ്റ്റ, സോഷ്യൽ മീഡിയ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അതുവഴി കണക്റ്റ് ആവും. അപ്പം ഇത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ അനുഭവിക്കുന്നതുകൊണ്ട് അതിലങ്ങ് പോകുന്നതാണ്, നോർമലായിട്ട് പോകുന്നതാണ്. നിങ്ങളുടെ അസോസിയേഷൻ ഡയറക്ടറായിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ പ്രൊഡ്യൂസറാണ്. അതെങ്ങനെയുണ്ട്? നല്ല പ്രൊഡ്യൂസറാണോ? കുഴപ്പമില്ല, അങ്ങനെയൊക്കെ. ഈ കഥാപാത്രത്തെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഒരു മരണവീട് അവിടെ പലതും സംഭവിക്കാം. നമ്മൾ പണ്ട് കമലഹാസന്റെ സിനിമയിൽ മരണവീട്ടിലെ ഈ ലവ് സീൻ വരെ കണ്ടിട്ടുണ്ട്. അപ്പം ഭയങ്കര രസമായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഈ കഥാപാത്രം എന്തൊക്കെ ഇമോഷൻസിലൂടെ കടന്നു പോകുന്നുണ്ട് അനശ്വരയുടെ ഒരു കഥാപാത്രം? ഞാൻ പറഞ്ഞ എൻ്റെ വീട്ടിൽ തന്നെയാണ് നടക്കുന്നത്. സോ ഈ മരണ വീട്ടിൽ എല്ലാവർക്കും ഒന്നും ആ ഒരു ഈ മരിച്ച ആളോട് അത്ര അറ്റാച്ച്മെന്റ് വേണമെന്നോ അല്ലെങ്കിൽ അത്ര വിഷമം വേണമെന്നോ, ഈ അത്രയും വിഷമം വേണമെന്നില്ല. എല്ലാവരും പല ഉദ്ദേശത്തിലാണ് വരുന്നത്. ഈ ക്യാരക്ടറിന് അതിന് പൂർണ്ണമായിട്ട് ഒരു വിഷമം ഉണ്ട്. ആ സിറ്റുവേഷനിൽ ഭയങ്കര വിഷമമുണ്ട്. അറ്റ് ദ സെയിം ടൈം പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. പിന്നെ കോളേജ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ്, കോളേജ് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. സോ വേറെ പല കാര്യങ്ങളും അതിനിടയിൽ നടക്കുന്നത്, വേറെ കുറെ വള്ളികൾ വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. സോ അതൊക്കെ ഡീൽ ചെയ്യണം. അങ്ങനെ കുറെ എന്താ പറയാ, കുറെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത്. യെസ്. ഈ വാഴ, ഗുരുവായൂര്, പിന്നെ നിങ്ങള്, അപ്പൊ അതൊരു യൂണിവേഴ്സ് ആണോ? അതൊക്കെ ഇനി യൂണിവേഴ്സ് പോലെ തോന്നിക്കുന്നുണ്ട് ഇപ്പം. അതെ, തോന്നിക്കുന്നുണ്ട്. അല്ല, ഇത് മൂന്നുപേരും നമുക്ക് നമ്മുടെ കുടുംബത്തിലെ വർക്കാണ്. ഗുരുവായൂരമ്പലയുടെ ആയിരുന്നാലും വാഴയായാലും അത് കഴിഞ്ഞിട്ട് ഇതായിരുന്നാലും നമ്മൾ ആ ഒരു ഹാപ്പിനെസ്സോട് കൂടി വർക്ക് ചെയ്യുന്നു. അത് യൂണിവേഴ്സ് ആണെന്ന് വെച്ചാൽ അങ്ങനെ സിനിമയിൽ ഒരു യൂണിവേഴ്സ് കണക്ഷൻ ഇല്ല. നമ്മൾ ഈ പറഞ്ഞ 100-120 പടത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു 99% ആൾക്കാരും എൻ്റെ കൂടെ ജയ ഗുരുവായൂർ, വാഴ എല്ലാം ഒരേ പടമാണ്, ഒരേ ആൾക്കാരാണ്. ഈവൻ കാരവാൻ ഡ്രൈവർ മുതൽ ഡ്രൈവേഴ്സ് മുതൽ ചായ കൊണ്ടുവന്ന ചേട്ടൻ മുതൽ എല്ലാവരും കഴിഞ്ഞ 5 പടമായിട്ട് നമ്മുടെ കൂടെ ഉള്ളവരാണ്. അപ്പം ആർട്ടിസ്റ്റുകളും ഉണ്ട്. ഇപ്പോൾ ആർട്ടിസ്റ്റുകൾ നിങ്ങൾ കാണുന്നേ ഉള്ളൂ. ഇപ്പോൾ ക്യാമറ ടീമിലാണെങ്കിലും എഡിറ്റിംഗ് ടീമിലാണെങ്കിലും കോസ്റ്റ്യൂം ടീമിലാണെങ്കിലും എല്ലാവരും നമ്മുടെ 5 പടമായിട്ടുണ്ട്. നമുക്ക് ഒരാളെ എന്താ പറയുക പറയാൻ പോലും വേണ്ട ഒരു കാര്യം. നമുക്കിപ്പം നമ്മൾ ഫസ്റ്റൊക്കെ പറയുന്നത് ഈ ഫോട്ടോ ഫ്രെയിംസ് വയ്ക്കുമ്പോൾ ഭയങ്കര ആർട്ടിഫിഷ്യൽ ഫീൽ ചെയ്യുമായിരുന്നു. നമ്മൾ ആദ്യ സിനിമയിൽ അന്താക്ഷരി വരുമ്പോൾ ഈ ഫോട്ടോ ഫ്രെയിം വയ്ക്കുന്നത് ഭയങ്കര ആർട്ടിഫിഷ്യലാണ്, ഇത് മാറ്റാൻ പറഞ്ഞാൽ. ഇപ്പം അങ്ങനെ ഒരു സംഭവം നമ്മുടെ സിനിമയിൽ ഇല്ല. ബേസിക്കലി അതവർ യൂസ്ഡ് ആണ്. അവർ പിന്നെ ഒരിക്കലും കൊണ്ട് വയ്ക്കില്ല ഒരു ഫ്ലവർ വേസ്റ്റ്, ഒരു ഫോട്ടോ ഫ്രെയിം ഒന്നും ഒരു ആർട്ടിഫിഷ്യൽ ഒരു സാധനം കൊണ്ട് വീട്ടിൽ പ്ലേസ് ചെയ്യില്ല. വേണം ഒരു ചൂല് കൊണ്ട് വയ്ക്കും സൈഡിൽ, വീട് കാണിക്കും. പണ്ട് നമ്മൾ ഇപ്പോഴും സിനിമ ചെയ്യുമ്പോൾ ഒരു ഫോട്ടോ ഫ്രെയിം വയ്ക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ടൈപ്പ് സിനിമയിൽ അതില്ല എന്ന് അവർക്ക് മനസ്സിലായപ്പോൾ അവർ ഈ വരുന്ന ഒരു സിനിമയിലും നമുക്ക് പ്രത്യേകിച്ച് ഇനി പറയേണ്ട കാര്യമില്ല, അവരത് വയ്ക്കില്ല. ഇപ്പോൾ കോസ്റ്റ്യൂമിലാണെങ്കിലും അങ്ങനെയാണ്, എഡിറ്റിലാണെങ്കിലും അങ്ങനെയാണ്. ഇപ്പോൾ വരുന്ന ഫൈറ്റ് മാസ്റ്റേഴ്സ് വരുമ്പോൾ പോലും അവർക്കറിയാം നമുക്ക് എന്ത് ടൈപ്പ് ഫൈറ്റ് വേണം. അപ്പോൾ ലൈറ്റിംഗ് ടീമിന് അറിയാം എന്ത് ടൈപ്പ് ലൈറ്റിംഗ് വേണം അവർക്ക്, ക്യാമറ ടീമിന് അറിയാം. അപ്പം ഇതൊരു പാറ്റേണിലവരങ്ങനെ ചെയ്യാണ്. അപ്പം ആ ഒരു ടീം ഫുള്ള് വർക്ക് ചെയ്യുന്നുണ്ട് ഇതിനു വേണ്ടി. അപ്പോൾ അതൊരു അതാണ് ശരിക്കും യൂണിവേഴ്സ്. പക്ഷേ ഇവര് നമ്മൾ പുറത്ത് കാണുന്നതുകൊണ്ടായിരിക്കും ചിലപ്പം ആളുകൾ കൂടുതൽ കണക്ട് ആവുന്നത്. ബേസിക്കലി ഇവർ മാത്രമല്ല,
ഈ വേറെ കുറെ ആൾക്കാർ കണക്റ്റഡ് ആണ്. ഓക്കെ, ഇതില് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ വാഴ കാണുന്നുണ്ട്, ഏതൊക്കെ ഫ്രെയിമുകളിൽ വാഴ വരുന്നത്. അതെ, ഇപ്പൊ വാഴ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ കാരണം. അല്ലല്ല, കേരളത്തിലെവിടെ പോലും വാഴയുണ്ട്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഈ അന്താക്ഷരി എന്ന സമയത്ത് ഫുൾ റബ്ബറായിരുന്നു. അടുത്ത് ജെ ലൊക്കേഷൻ കാണുമ്പോൾ കൊല്ലത്ത് കശുവണ്ടി വേണമെന്നുകൊണ്ട് പോയി. കശുവണ്ടി പലയിടത്തും ഇല്ല, കശുമാവില്ല, എല്ലായിടത്തും റബ്ബർ. അപ്പൊ റബ്ബർ എവിടെയെങ്കിലും എഡ്ജ് വന്നാൽ തന്നെ ഞാൻ ഓടിക്കും. വേണ്ട, ഒരിക്കൽ കണ്ടതിന്റെ ടോം മാറിയിട്ടില്ല, ഫുൾ റബ്ബറിനകത്തായിരുന്നു. കശുമാവ് കഴിഞ്ഞ് അടുത്ത ഗുരുവായൂരിലൊക്കെ വരുമ്പോ എല്ലായിടത്തും കശുമാവ്. തൃശ്ശൂർ ഉണ്ടല്ലോ, അപ്പൊ എനിക്ക് വീണ്ടും ട്രോം, അത് വേണ്ട വേണ്ടെന്ന് പറഞ്ഞ് മാറ്റി. പക്ഷെ ഈ വാഴ മാറ്റാൻ പറ്റുന്നില്ല, എവിടെ പോയാലും വാഴയുണ്ട്. അപ്പൊ അത് മനപ്പൂർവ്വം മാക്സിമം കുറെ വാഴ പൊഴുത് മാറ്റിയാണ്. ആ വീടിന് ചുറ്റും നിൽക്കുന്ന വാഴകളൊക്കെ എടുത്ത് മാറ്റി, ആ ഒരു ഇമ്പാക്ട് കുറയാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ. എന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. വാഴ എല്ലായിടത്തും ഉണ്ടാവും, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ട്രിവാൻഡ്രം സ്ലാങ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം അനശ്വരയും ഈ സ്ലാങ് പിടിച്ചിട്ടാണോ? അവിടെ തന്നെ ഒരു ആ നാട്ടുകാരിയായ കഥാപാത്രമാണല്ലോ. അപ്പൊ അതെങ്ങനെയായിരുന്നു? ഇതിലത്തെ എല്ലാവരും ട്രിവാൻഡ്രത്തുള്ള ആൾക്കാരാണ്. ഞാനും സിജു മാത്രമേ ട്രിവാൻഡ്രത്ത് അല്ലാത്തേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഇപ്പൊ അഭിനയിക്കുന്ന ബാക്കി എല്ലാവരും അഭിനയിക്കുന്ന എല്ലാവരും ഒരു ആ വീട്ടിൽ തന്നെ അറൗണ്ട് ഒരു 50-60ഓളം ജൂനിയർ ആർട്ടിസ്റ്റുകൾ തന്നെ ഉണ്ടായിരുന്നു. ബാക്കി ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ അഭിനയിക്കുന്ന ആൾക്കാരും പിന്നെ ടെക്നിക്കലി ഇപ്പോൾ ഇവർ പ്രൊഡക്ഷനും എല്ലാവരും ഇപ്പൊ നമ്മുടെ ഡയറക്ടർ വിപിൻ ചേട്ടനും വിപിൻ ചേട്ടന്റെ ADs-ഉം എല്ലാവരും ട്രിവാൻഡ്രത്ത് ഉള്ള ആൾക്കാരാണ്. ഇപ്പൊ ട്രിവാൻഡ്രത്ത് തന്നെ ഓരോ സ്ഥലത്തും ഓരോ ശൈലിയാണ്, ഓരോ സ്ലാങ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് തോന്നയ്ക്കൽ അല്ലെ, തോന്നയ്ക്കലുള്ള ഒരു കൈൻഡ് ഓഫ് ട്രിവാൻഡ്രം സ്ലാങ് ആണ് ഉപയോഗിച്ചേക്കുന്നത്. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നതിനൊക്കെ കുറച്ച് കട്ടി കൂടുതലാണ്, ഭയങ്കര സ്പീഡുമാണ്, ഭയങ്കര കട്ടിയാണ് ഞങ്ങൾ പറയുന്നതിൽ കണ്ണൂരൊക്കെ. അപ്പൊ അവിടുന്ന് ട്രിവാൻഡ്രത്തേക്ക് വരുന്ന സമയത്ത് കുറച്ചൊന്ന് ലൈറ്റായിട്ട്, കുറച്ചൊന്ന് എന്താ പറയാ, അധികം കട്ടിയൊന്നും കൊടുക്കാതെ ഒരു കാഷ്വലി പറഞ്ഞു പോകുന്ന ഒരു സ്ലാങ് ആണ്. അതേപോലെ അത് ലിപ്പിലും കിട്ടില്ല. നമ്മൾ ഡബിൽ പിടിക്കാന്ന് വെച്ചാൽ അതും പറ്റില്ല, ലിപ്പും ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോ തന്നെ അത് ശരിയാക്കണം, കറക്റ്റ് ആക്കണം. ചില സമയത്ത് വിപിൻ ചേട്ടൻ ഇരുന്ന്, ഡയറക്ടർ ഇരുന്നിട്ട് നമുക്ക് ഓരോന്ന് ഇരുന്ന് പറഞ്ഞു തന്ന്, ഓരോ വാക്കും പിടിച്ച്, ഒരക്ഷരങ്ങളും പിടിച്ച്, ഓരോ ഡയലക്റ്റും നോക്കി അങ്ങനെ ഇരുന്ന് പറഞ്ഞുതരും. ചില സമയത്ത് ആള് തന്നെ എനിക്ക് പ്രോംപ്റ്റ് തരും. ആള് തന്നെ എവിടെയെങ്കിലും സൈഡിൽ, ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ സൈഡിൽ എവിടെയെങ്കിലും ഒളിച്ചിരുന്നിട്ട് അതിന്റെ ആളുടെ AD പോയി മോണിറ്റർ നോക്കിയിട്ട് ആളിരുന്ന് സൈഡിൽ ഇരുന്നിട്ട് എനിക്ക് പ്രോംപ്റ്റ് തരും ഇടയ്ക്കൊക്കെ. ADs നോക്കിയിട്ട് ലിപ്പ് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ വന്നിട്ട് ഒന്നുകൂടി ഒരു ലിപ്പ് വേറെയാണ്, ഒന്നുകൂടി പോകണം എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടി പോകും. അല്ലാതെ ഡബിൾ പിടിക്കും. അങ്ങനെ ഇരുന്നിട്ടാണ് ഓരോ ഡയലോഗ് ഇരുന്ന് പഠിച്ചത്. അങ്ങനെ വിപിൻ ചേട്ടനും ആളുടെ ADs-ഉം കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. കാരണം എല്ലാവരും ട്രിവാൻഡ്രംകാരായോണ്ട് ഞാൻ മാത്രം എന്തെങ്കിലും ഒരു ഡിഫറൻസ് വന്നാല് അതിൽ ഓഡ് വൺ ഔട്ട് ആയിട്ട് നിൽക്കും, മനസ്സിലാവും ഭയങ്കര. അത് വേണ്ട, അങ്ങനെ എനിക്ക് നിൽക്കണ്ടായിരുന്നു. എനിക്കത് എക്സാക്ട്ലി അവിടുത്തെ ഒരു ആള്, ഒരു പെൺകുട്ടി എങ്ങനെയാണോ പറയുന്നത് അത്രയും ഒരു പെർഫെക്ഷൻ ആയിട്ട് എനിക്ക് വരണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് അവരും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഡയറക്ഷൻ ടീമും വിപിൻ ചേട്ടനും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ എന്റെ പറ്റുന്ന രീതിയിൽ ഞാനത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. ജോമോനെ സംബന്ധിച്ച് പിന്നെ അതൊരു പ്രശ്നമല്ലല്ലോ അല്ലെ, സ്ലാങ് ഈസിയാണ്. പൊതുവെ ട്രിവാൻഡ്രം സ്ലാങ് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കുറച്ച് പാടാണോ? ഇത് നമ്മുടെ പടത്തിൽ വേറൊരു ട്രിവാൻഡ്രം ഭാഷ, ഞാൻ പറഞ്ഞില്ലേ, തോന്നയ്ക്കൽ ഭാഗത്ത് മാത്രം കണ്ടുവരുന്നതാണ്. പഴയ മറ്റേ നീട്ടി വലിച്ചിട്ടുള്ള ട്രിവാൻഡ്രം ഭാഷയല്ല. ഇത് തിയേറ്ററിൽ കാണുമ്പോഴും ആ ഒരു അനുഭവം ഉണ്ടാവും, ഇത് ട്രിവാൻഡ്രം ഭാഷയാണെന്നുള്ളത്. വേറൊരു ടൈപ്പ് സാധനമാണ്. വിപിൻ ചേട്ടൻ അവർക്ക് എല്ലാവർക്കും നൈറ്റ് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് സ്ലാങ് ഒക്കെ റെക്കോർഡ് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, ഞാൻ എൻ്റെ നാട്ടിൽ സെലിബ്രേറ്റ്. ഈ ഇതിനകത്ത് നമ്മള് അവസാനം മറ്റേ നാഗയുടെ ഒരു ഡയലോഗ് കേൾക്കുമ്പോഴേ, പൊതുവെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നിന്ന് സിനിമയിലേക്ക് ആ ഒരു കൊടുക്കൽ വാങ്ങൽ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പൊ നാഗ ഇപ്പൊ നമ്മള് വേറെ സിനിമയിലും കണ്ടു, പക്ഷെ ഇത് ജോമോനെ പ്രസന്റ് ചെയ്തൊക്കെ നല്ല രസമുണ്ട്. അതിന്റെ ഒരു പ്രത്യേകത എന്താ തോന്നി കേട്ടപ്പോ? അല്ല, അത് അവര് റെക്കോർഡ് കേൾപ്പിച്ചു തന്നിട്ടുണ്ട്, അതുപോലെ പറയണമെന്ന് പറഞ്ഞായിരുന്നു. സെയിം അതുപോലെ പറയാൻ ശ്രമിച്ചാണോ? അതുപോലെ പറയാൻ ശ്രമിച്ചാ അല്ലേ? ആയില്ലേ? നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ എന്താ നടക്കുന്നു എന്നുള്ളത് നിങ്ങള് കണ്ടന്റ് ഉണ്ടാക്കുന്ന സമയത്ത് പോലെ തന്നെ ഇപ്പോഴും ആക്റ്റീവായിട്ട് നോക്കാറുണ്ട്? ഡെയിലി ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കുന്നുണ്ട്. അപ്പം അറിയാൻ പറ്റുമല്ലോ, ഡെയിലി നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ബേസിക്കലി റൈറ്ററാണ്, ഡയറക്ടറാണ്. അപ്പൊ അത് ഇടപെടാറുണ്ടോ? വേറൊരാളുടെ സിനിമയാണെങ്കിൽ ഇടപെടാറൊന്നുമില്ല, നമ്മൾ സജഷൻസ് പറയാറുണ്ട്. അതിപ്പം അതിനിപ്പോ ആര് പടം ചെന്നാലും ഞാൻ പറയും. ഇപ്പം എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഉറക്കം വരില്ല, അപ്പം ഞാനത് പറയും. അപ്പം വിജയബാബുക്ക് പടം ചെയ്യുമ്പോഴും അവരെന്നെ കൊണ്ട് കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ ഡിസ്കഷൻ തരുന്ന സമയത്ത് ഞാൻ സംസാരിക്കും, പറയും. അപ്പോൾ രാജു സംസാരിക്കും, ബേസ് സംസാരിക്കും. അപ്പം അത് ഞാൻ പറയും. അതിപ്പം നമ്മൾ അങ്ങനെ ഡിസ്കസ് ചെയ്യും. അപ്പം ഇതിലും നമ്മളങ്ങനെ ഡിസ്കസ് ചെയ്യും. പക്ഷെ നമ്മളൊന്നും അടിച്ചേൽപ്പിക്കുന്ന കാര്യമൊന്നുമില്ല. ഈ പടത്തിൽ ഓൾമോസ്റ്റ് ഒരു
99% പുള്ളി എഴുതി സെറ്റാണ് പുള്ളിക്ക്. അത് നമ്മൾ ഇതിനകത്ത് സജഷൻ പറയേണ്ട കാര്യമില്ല. കുറച്ചുകൂടെ റിമൂവ് ചെയ്യാന്നേ പറയാവുള്ളൂ, 1 മണിക്കൂറോളം കളയാന്നേ പറഞ്ഞു നമ്മൾ. കാര്യം അത്രയും കണ്ടന്റ് പുള്ളിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പം ആ പുള്ളിക്ക് ഉണ്ടാവുന്ന എവിടെയെങ്കിലും വീക്ക്നെസ് ഉണ്ടെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാന്നല്ലാതെ പുള്ളിക്ക് വേണ്ടിയിട്ട് നമുക്കിനി അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന പറയേണ്ട ഒരു കാര്യവും അവിടെ ഉണ്ടായിട്ടില്ല. ഇത് സ്ക്രിപ്റ്റ് റെഡി ആയിട്ട് വന്ന് അപ്രോച്ച് ചെയ്താണോ? അതെ അതെ, അതാ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് പുള്ളി എഴുതി. പുള്ളി ഒരു 3 മണിക്കൂർ എടുത്ത് കൃത്യമായിട്ട് നരേറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പം അതിനകത്ത് ഇനി നമ്മളായിട്ട് ഒന്നും ചെയ്യും, നമുക്ക് പുള്ളിക്ക് ആവശ്യമുള്ള ടെക്നീഷ്യൻസിനെയും ആർട്ടിസ്റ്റിനെയും കൊടുത്താൽ മാത്രം മതി, ബാക്കി പുള്ളി നോക്കിയോളൂ. അപ്പോൾ ആസ് എ ഫസ്റ്റ് ഫിലിം ചെയ്യുന്ന ഒരു ഡയറക്ടർക്ക് ഞാൻ കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞാൽ കേൾക്കുന്ന ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യൻസിനും കൊടുക്കുക എന്നുള്ളതാണ്. പുള്ളിക്ക് ആ ഫുൾ പവർ കൊടുത്ത് പുള്ളിക്ക് ആ ചെറിട്ട് അവിടെ ഇരുന്ന് ആലോചിക്കാനും റീവർക്ക് ചെയ്യാനൊക്കെ ഉള്ള സ്പേസ് കൊടുക്കുക എന്നുള്ളത്. അത് നമ്മൾ കൃത്യമായിട്ട് ഡെലിവറി ചെയ്ത പടം നന്നാവുന്നതിന് ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ തന്നെ വന്നു. ഈ ആദ്യം പറഞ്ഞ ഒരു ഫസ്റ്റ് ടൈം ഡയറക്ടർ ആണല്ലോ, ആ ഒരു അനുഭവം എന്താ തോന്നി? ഫസ്റ്റ് ടൈം ഡയറക്ടർ ആണല്ലോ, അപ്പൊ ആളായിട്ടുള്ള ഒരു അനുഭവം എങ്ങനെയാ തോന്നി? നല്ല ഇത് നല്ലൊരു വ്യക്തിയാണ്, പച്ചയായ മനുഷ്യൻ ആള്. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എന്നെ ഡയലക്റ്റിലൊക്കെ ഹെൽപ്പ് ചെയ്ത പോലെ അങ്ങനെ തന്നെ എന്നെ അത്രയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആള്. അതിനകത്തൊക്കെ ഒരു ഇതോ എന്താ പറയാ, അതിനകത്തൊരു ഇറിറ്റേഷൻ വരാതെയോ ഒന്നും നമുക്ക് ഭയങ്കര പറഞ്ഞിരുന്ന പോലെയോ അങ്ങനെയൊന്നും അല്ല ആളത് ചെയ്തേക്കുന്നത്. കാഷ്വലി അവിടെ അത്രയും ഇത് ചെയ്തിട്ട് ആളെനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ അതിനെനിക്ക് ഭയങ്കര ഗ്ലാഡാണ് വിപിൻ ചേട്ടൻ്റെ അടുത്ത്. അതേപോലെ വിപിൻ ചേട്ടൻ വന്ന് നറേറ്റ് ചെയ്തപ്പോഴും ഭയങ്കര രസമായിട്ട് ആൾ നറേറ്റ് ചെയ്യുന്നത്. ഓൾറെഡി ഇപ്പം വിപിൻ ചേട്ടൻ പറഞ്ഞ പോലെ ആള് ഭയങ്കര സെറ്റാണ്, ആ സ്ക്രിപ്റ്റിനകത്ത് ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, ഭയങ്കര സെറ്റാണ്, ഓൾറെഡി അതിനകത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പം വന്ന് ഒരു 3 മണിക്കൂറോളം ഇരുന്നിട്ട് ആള് ഫുൾ സ്ക്രിപ്റ്റ് ഇരുന്ന് എനിക്ക് നറേറ്റ് ചെയ്ത് തന്നു. എല്ലാം ഒരു നടന്നു പോകുന്നത് മുതല് എല്ലാം ഒരു ഡയലോഗും എല്ലാം ഇരുന്നിട്ട് ഭയങ്കര മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ ഇരുന്നിട്ട് എനിക്ക് നറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആളുടെ നെറേഷനിലാണ് നമുക്ക് തോന്നുന്നത് യെസ് നമുക്കിത് ഈ സിനിമയുടെ ഒരു ഭാഗമാവണം എന്ന് തോന്നുന്ന ആളുടെ നെറേഷനിലൊക്കെയാണ്. അത് ഷൂട്ട് സമയത്തും അങ്ങനെയായിരുന്നു. ആൾക്ക് അറിയാം എന്താ വേണ്ടേ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ഭയങ്കര ഐഡിയ ഉള്ള ഒരു പേഴ്സൺ ആയിരുന്നു വിപിൻ ചേട്ടൻ. സോ യെസ് ഭയങ്കര അടിപൊളിയായിരുന്നു ആളുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. ഇതിൽ ഒരുപാട് പേരെ നമുക്ക് കാണാം, മല്ലിക സുമാറിനെ കാണാം, അതുപോലെ തന്നെ അസീസ് ഖാൻ, നോബി, അങ്ങനെ ഒരു ടീമുണ്ട്. ഇവരായിട്ടുള്ളൊരു കോമ്പിനേഷൻ, പ്രത്യേകിച്ച് മല്ലിക ചേച്ചിയായിട്ടുള്ളൊരു കോമ്പിനേഷൻ, അതെങ്ങനെയാ അനുസരിക്കുക? സിനിമയ്ക്കകത്ത് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. പിന്നെ ഒരു നായകനോ ഒരു നായികയോ അങ്ങനെയല്ല, കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അവരൊക്കെ നമുക്ക് സിനിമ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇവരാരെങ്കിലും നമുക്ക് ഒരു കണക്ഷൻ നമുക്ക് തോന്നും. ആരെങ്കിലും ഇറങ്ങുന്ന സമയത്ത് നമുക്ക് പരിചയമുള്ള ഒരാളാണല്ലോ, അല്ലെങ്കിൽ നമ്മൾ എവിടെയോ ലൈഫിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, നമുക്ക് ഈ നമ്മുടെ നാട്ടുമ്പുറത്തൊക്കെ നമുക്ക് ഈ വ്യക്തിനെ അറിയാലോ, നമുക്ക് ആരെങ്കിലും ഒരാളെ കൊണ്ടുപോകാൻ പറ്റുന്ന കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. എനിക്ക് ഇതില് ഇപ്പം സിജുവും ജോമോനും ബൈച്ചേട്ടൻ ഇവരുടെ കൂടെ മുന്നേ വർക്ക് ചെയ്ത അറിയാം. എനിക്ക് ആ ഒരു കംഫർട്ടിലാണ് ഞാൻ ഇന്ന് വർക്ക് ചെയ്യുന്നത്. അതേപോലെ മല്ലിക ചേച്ചി ഒരുപാട് വർഷങ്ങളായിട്ട് സിനിമയ്ക്കകത്തുള്ള അത്ര സീനിയർ ആയിട്ടുള്ള ഒരു ആളാണ് മല്ലിക ചേച്ചി. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഭയങ്കര വാം ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. സെറ്റിൽ എല്ലാവർക്കും മല്ലിക ചേച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്, നമുക്കും ഭയങ്കര ഇഷ്ടമാണ് മല്ലിക ചേച്ചിനെ. എന്ത് പറഞ്ഞാലും ആദ്യം ഇപ്പൊ ഡാൻസ് കളിക്കുക, ആ ഒരു ഡാൻസ് പോർഷനിൽ വരെ ആള് ഭയങ്കര ഓണാണ്, ചെയ്യാം എന്ന രീതിയിൽ അത്രയും ഓണായിട്ട് നമ്മളെക്കാളും എനർജിയിൽ ആളിരുന്ന് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്നൊക്കെ പറയില്ലേ, നമ്മുടെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നിട്ട് ഒരു ഒച്ചപ്പാടോ ഒരു ബഹളോ അങ്ങനെ ഒന്നും ഇല്ലാതെ ഭയങ്കര കംഫർട്ടായിട്ട് ഇരുന്നിട്ട് എല്ലാവരും എൻജോയ് ചെയ്തൊരു ഷൂട്ടാണ് സമയത്ത്. ആ എൻജോയ്മെന്റ് പ്രേക്ഷകർക്കും കിട്ടട്ടെ. തിയേറ്ററിൽ ജൂൺ 13 എത്തുകയാണ്. സ്കൂളൊക്കെ തുറക്കും, പക്ഷേ സിനിമ ഇങ്ങനെ ഒരു മൂടുള്ള സിനിമ കാണാൻ സ്കൂൾ തുറക്കുന്നത് മഴയൊന്നൊരു വിഷയമല്ല. ഫാമിലീസും അല്ലെ എല്ലാവർക്കും കാണാൻ താല്പര്യമുള്ള സാധനമായിരിക്കും. കുറച്ച് അപ്ഡേറ്റുകൾ കൂടി ഞാൻ ചോദിക്കുകയാണ്. വാഴ 2 അതുപോലെ പലതരം ന്യൂസുകൾ കേൾക്കുന്നുണ്ട്. പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്യുന്ന മോഹൻലാൽ പടം വരുന്നുണ്ട്, സന്തോഷ് ട്രോഫി വരുന്നുണ്ട്. എന്താ ഇതിലൊക്കെ സത്യാവസ്ഥ? 2 അപ്ഡേറ്റ് വന്നു. വാഴ 2 ഷൂട്ട് നടക്കുന്നു, ഓൾമോസ്റ്റ് 35-40% ആയിട്ടുണ്ട്. ബാക്കിയുണ്ട്. സന്തോഷ് ട്രോഫി സെപ്റ്റംബറിൽ തുടങ്ങും. ബാക്കിയൊന്നും എല്ലാം റൂമറാണോ? സംഭവമില്ല. വാഴ 2 ഷൂട്ട് നടക്കുകയാണ്. ലാൽസാന്റെ അടുത്തൊരു കഥ പറഞ്ഞു, ഡ്രോപ്പായി. ഫഹദ് ഫാസിൽ ഒരു പടം ഡ്രോപ്പായി. ക്ലിയർ ആയിട്ട് പറയാം. ഡ്രോപ്പ് ചെയ്തു. ലാൽസാർ പടം ഡ്രോപ്പായി. പിന്നെ ബാക്കിയെല്ലാം റൂമറാണ്. അതിനാ അങ്ങനെയല്ല, മറ്റേ പടം ഫഹദ് സൂര്യ പടം നടക്കുന്നെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അല്ല, അത് ഡേറ്റ്സ് പ്രശ്നങ്ങൾ, പിന്നെ ബഡ്ജറ്റ് ഇഷ്യൂസ്, പിന്നെ അത് ഡ്രോപ്പ് ചെയ്തു. പിന്നെ ലാൽസാറിന് അത്രയും ഇഷ്ടപ്പെട്ടില്ല സിനിമ. ലാൽസാറിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ലോ, ലാൽസാറിന് ഇഷ്ടപ്പെടാത്തുണ്ടല്ലോ.
അപ്പൊ ഇപ്പൊ വാഴ 2 സന്തോഷ് ട്രോഫി പൃഥ്വിരാജ് അഭിനയിക്കുന്ന സിനിമ. അതെ. ഓക്കെ, അതും പാരലി വാഴയുടെ ഒപ്പം തന്നെ ഷൂട്ട് തുടങ്ങും അല്ലേ? അല്ല, വാഴ എങ്ങനെ പോവും, വേറെ ടീമാണല്ലോ. അപ്പൊ ഞാൻ സെപ്റ്റംബറിൽ സന്തോഷം. ഓക്കെ, അനശ്വരയുടെ ഏറ്റവും ഭയങ്കര എക്സൈറ്റിംഗ് ഒരു അപ്ഡേറ്റ് ഞാൻ കേട്ടത് 7G റെയിൻബോ കോളനിയുടെ സെക്കൻഡ് പാർട്ട് വരുന്നു. ആ ഫസ്റ്റ് സിനിമ, അതിൽ പാട്ട് ഞാൻ കേൾക്കാത്ത ദിവസം ഇല്ലെന്ന് വേണേൽ പറയാം. ഇപ്പോഴും എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു ആ സിനിമ. എന്താ അതിന്റെ അപ്ഡേറ്റ്? അതിന്റെ ഷൂട്ട് നടക്കുന്നു ഇപ്പം. കുറച്ചായി തുടങ്ങിയിട്ട്, ഷൂട്ട് തുടങ്ങിയിട്ട് കുറച്ചായി, ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അറൗണ്ട് 40 പകുതിയോളം കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആണ്. ഞാൻ ജനിക്കുന്നതിന് മുന്നേ റിലീസായ സിനിമയാണ്. അന്നൊന്നും അതിന്റെ സെക്കൻഡ് പാർട്ടിലൊന്നും നമ്മൾ പാർട്ടാവുന്നൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എപ്പോഴെങ്കിലും കാണുമ്പോഴൊക്കെ. സോ ഇപ്പോൾ ഞാനും വെയിറ്റിംഗ് ആണ് എല്ലാവരെയും പോലെ. ഓൾറെഡി ഒരു ക്ലാസിക്കാണ്, ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സിനിമയാണ്. അപ്പൊ അതിന്റെ സെക്കൻഡ് പാർട്ട് ആളുകൾ വെയിറ്റിംഗ് ആണ്, അതേപോലെ ഞാനും വെയിറ്റിംഗ് ആണ്. നിഖില പറഞ്ഞ ഓർമ്മയുണ്ടോ? ജനിക്കുമ്പോഴേ ആരും വിചാരിക്കില്ലല്ലോ. ഇപ്പം അനശ്വരയുടെ കാര്യം പറഞ്ഞപ്പോൾ സിനിമ തിരഞ്ഞെടുക്കുന്നതാവട്ടെ, പെർഫോമൻസുകളാവട്ടെ, ഭയങ്കര സട്ടിലായിട്ടുള്ള പെർഫോമൻസുകൾ വരാറുണ്ട്. അതേസമയം കുറച്ച് ഓവർ ദ ടോപ്പ് പെർഫോമൻസുകൾ വരാറുണ്ട്. അതിന് ചില ആൾക്കാർ പല വിമർശനങ്ങൾ പറയാറുണ്ട്. അതിനെ കുറിച്ച് എന്താ തോന്നാറ്? വിഷമാവാറുണ്ടോ? വിഷമൊക്കെ ആവാറുണ്ട്. പിന്നെ അവർ പറയുന്നത് ശരിയായിരിക്കും, ഓവറാക്കിയിട്ടുണ്ടാവും മേ ബി. അല്ല, ഇന്ത്യൻ നമ്മൾ സിനിമ എടുക്കുന്ന അവർക്ക് ഇഷ്ടപ്പെടാനും അവർ കാണാനും ആണല്ലോ. അപ്പം അവർക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ശരിയായിരിക്കും. അപ്പം അവർക്ക് കൺവിൻസ് ആവുന്ന രീതിയിൽ അടുത്ത സിനിമയിൽ ആ മിസ്റ്റേക്കുകളൊക്കെ കറക്റ്റ് ചെയ്തിട്ട് അടുത്ത സിനിമയിൽ അത് ബെറ്റർ ആക്കാം എന്നേ ഉള്ളൂ. പക്ഷെ അതോടൊപ്പം തന്നെ ആ ക്യാരക്ടർ ആവശ്യപ്പെടുന്ന ഒരു പെർഫോമൻസും കൂടി ഉണ്ടല്ലോ. അത് തീർച്ചയായിട്ടും നമ്മുടെ വിചാരിച്ചിരുന്ന അങ്ങനെയാണ്. ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടർ ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ളതല്ല, ഒരു ഓവർ ദ ടോപ്പ് ക്യാരക്ടർ ഇതുവരെ ചെയ്തിട്ടുള്ളതല്ല. സോ അതിൻ്റെ മിസ്റ്റേക്കുകൾ ഉണ്ടാവും, ജഡ്ജ്മെന്റ് മേ ബി മാറിയിട്ടുണ്ടാവും. സോ അത് ആൾക്കാർക്ക് മേ ബി കൺവിൻസിംഗ് ആയി തോന്നിയിട്ടുണ്ടാവില്ല. സോ എന്തായാലും നെക്സ്റ്റ് ടൈം വരുന്ന സമയത്ത് അതിൻ്റെ മിസ്റ്റേക്കുകളൊക്കെ മാറ്റണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. യെസ്, അപ്പോൾ സിനിമ വലിയ ഹിറ്റ് ആവട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.